ഇത്ര റിലീസ് ചെയ്താൽ മതി. കൊണ്ടുപോയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് വീണ്ടും ആ ടെൻഷൻ പോകുന്ന മുന്നേ തന്നെ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഈ ബെഞ്ചിനോട് ഫിക്സ് ചെയ്തിട്ട് വെക്കുക. ഇങ്ങനെ ഇരിക്കരുത്, ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് വെക്കുക. ഒരുപാട് ബാക്കൊക്കെ പോകണ്ട, ഈ ഒരു ലെവലിൽ ഷോൾഡറിന്റെ ലെവലിൽ എത്തിച്ചാൽ മതി. അയോൾ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഷോൾഡറിന്റെ ബെസ്റ്റ് 4 വർക്കൗട്ടുകളാണ്. ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ ചെസ്റ്റിന്റെ വർക്കൗട്ട് അതേപോലെ തന്നെ ബാക്കിന്റെ വർക്കൗട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ അത് പോയിട്ട് കാണാം. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റ് ഫോം ആൻഡ് ടെക്നിക്കിൽ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റിലെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ഷോൾഡർ പ്രസ് ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പം എല്ലാ ജിമ്മിലും കാണും ഇതുപോലത്തെ ഷോൾഡറിന്റെ മെഷീൻ. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സീറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ഷോൾഡറിന്റെ ലെവലിലുള്ള രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് വെക്കാം. ഈ ലെവലിലാണ് പിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പിടിച്ചിട്ട് 1 2 3 ഓക്കെ, സോ ഈ രീതിയിലാണ് ഷോൾഡറിന്റെ മെഷീൻ പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് ഫുള്ളായിട്ട് അപ്പ് ചെയ്ത് വെക്കാം. ഇത്ര റിലീസ് ചെയ്താൽ മതി. കൊണ്ടുപോയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് വീണ്ടും ആ ടെൻഷൻ പോകുന്ന മുന്നേ തന്നെ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ വേണം ഷോൾഡറിന്റെ മെഷീൻ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് 4 സെറ്റ് 3 സെറ്റോ 4 സെറ്റൊക്കെ ചെയ്യാം. 2 to 8 റെപ്പിറ്റേഷൻ വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡംബൽ അർണോൾഡ് പ്രസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 5ന്റെ ഡംബൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വെയിറ്റുകൾ എടുക്കാം. ഹെവി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ട, നമുക്ക് എത്രത്തോളം വെയിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള വെയിറ്റ് എടുക്കാം. ഓക്കെ, സോ ഞാൻ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഫുൾ ബോഡി ഫിക്സ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ, ഈ രീതിയിലാണ് പിടിക്കേണ്ടത്. ഇതിൽ പിടിച്ചിട്ട് 1 2 ഇത്ര ഇറക്കാം. ഒരുപാട് താഴേക്ക് ഇറക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഷോൾഡറിന്റെ ഈ ലെവലിലേക്ക് പിടിക്കുക. ഇവിടുന്ന് 4 5 6 7 ഈ കൊണ്ടുപോകുന്ന സമയത്ത് അതേപോലെ റിലീസ് ചെയ്യുന്ന സമയത്തും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. റൈറ്റ്. ഓക്കെ, ഈ രീതിയിലാണ് ഷോൾഡറിന്റെ അർണോൾഡ് പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 12 to 8 റെപ്പിറ്റേഷൻ വരെ ചെയ്യാം. അതിൽ കൂടുതൽ റെപ്പിറ്റേഷൻ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, മാക്സിമം ഫെയിലിയർ വരെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് റിയൽ ഡെൽ ഫ്ലൈ ആണ്. പെക്ഡെക്കിന്റെ മെഷീനാണ്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വേണം ഇതിന്റെ നമ്മൾ പിടിക്കുന്ന പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെയിറ്റ് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഈ ബെഞ്ചിനോട് ഫിക്സ് ചെയ്തിട്ട് വെക്കുക. ഇങ്ങനെ ഇരിക്കരുത്, ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് വെക്കുക. ബാക്ക് കുറച്ച് നമ്മൾ ഒരു ബെഞ്ചിൽ നിന്ന് കുറച്ച് ബാക്കിലേക്ക് വെക്കാം. ഓക്കെ, ഈ രീതിയിൽ ഇരുന്നിട്ട് കൈ ഫുള്ളായിട്ട് നിവർത്തി വെക്കുക. ഇത്ര വന്നാൽ മതി. ഒരുപാട് ബാക്കൊക്കെ പോകണ്ട, ഈ ഒരു ലെവലിൽ ഷോൾഡറിന്റെ ലെവലിൽ എത്തിച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഫുള്ളായിട്ട് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കണ്ട, ഈ ഒരു രീതിയിൽ വേണം വെക്കാൻ. ഓക്കെ, 1 2 3 4 5 6 7 8 ഈ രീതിയിൽ വേണം കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് നമ്മളെ റിയൽ ഡെൽറ്റ് ഫ്ലൈ ആണ് വരുന്നത്. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് ആ ഒരു മസിൽസ് ഫോക്കസ് ചെയ്തിട്ട് മൈൻഡിന്റെ കണക്ഷൻ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർക്കൗട്ട്. ഇതും നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം. 12 to 8 റെപ്പിറ്റേഷൻ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ 3 വർക്കൗട്ട് ഓൾറെഡി കംപ്ലീറ്റ് ആക്കി. ഷോൾഡർ മെഷീൻ പ്രസ് ചെയ്ത്, അതുപോലെ തന്നെ ഡംബൽ അർണോൾഡ് പ്രസ് ചെയ്ത്, അതേപോലെ തന്നെ റിയൽ ഡെൽ ഫ്ലൈ മെഷീനിലും ചെയ്ത്. ഓക്കെ, ഇനി 4ാമത്തെ വർക്കൗട്ട്, നമ്മൾ 4th വർക്കൗട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംബൽ ലാറ്ററൈസ് ആണ്. ഓക്കെ, സോ ഡംബൽ ലാറ്ററൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പിടിച്ചിട്ട് ഈ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കൈ സ്ട്രൈറ്റ് പോകരുത്,
ഈ ഒരു ചെറിയൊരു ബെൻഡ് വേണം നമ്മളെ എൽബോൻ്റെ അവിടെ. ഓക്കെ, ഡൗൺ ചെയ്യുക. 1 2 3. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഫ്രണ്ട് ഡെൽറ്റിനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കറക്റ്റ് ഫ്രണ്ട് ഡെൽറ്റ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 1 2 3 4. പൊക്കുന്ന സമയത്ത് വേണം ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി. 6 7 8 9 10. ഓക്കെ, സോ ഈ രീതിയിൽ വേണം ചെയ്യാൻ. ഇപ്പം ജിമ്മിലൊക്കെ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണ കാണാം. ഒരുപാട് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യും. അതും ഹെവി വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് മൊമെൻ്റൊക്കെ ആടിയിട്ട് ചില ആളുകൾ ചെയ്യുന്നതാണ്. സോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കറക്റ്റ് മൊമെൻറ്റം ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ നിന്നിട്ട് കറക്റ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ വെയിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ മൂവ് ചെയ്യും ബോഡി, അത് പ്രശ്നമില്ല. പക്ഷെ ചെറിയ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് മേലക്കും ഇങ്ങനെയൊക്കെ കാണാം ഒരുപാട് ആളുകൾ ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്ത് കറക്റ്റ് ഷോൾഡറിന്റെ ലെവലിലേക്ക് കൈ ഉയർത്തിയാൽ മതി. അതേപോലെ തന്നെ ഡൗൺ ചെയ്യാം. ഈ രീതിയിൽ വേണം ഡംബിളിൽ ലാറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതും 4 സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ട് ഡെൽറ്റ് എത്രയും പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടും കൂടെയാണ് ലാറ്ററൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മാക്സിമം എന്താ വെച്ചാൽ ഫെയിലിയർ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഷോൾഡറിന്റെ 4 വർക്കൗട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഷോൾഡറിന്റെ മെഷീൻ പ്രസ്, അതേപോലെ തന്നെ ഡംബിൾ അർണോൾഡ് പ്രസ് ചെയ്തു, റിയൽ ഡെൽറ്റ് ഫ്ലൈ ചെയ്ത്, ലാറ്ററൈസ് ചെയ്ത്. ഈ ഒരു 4 വർക്കൗട്ട് നിങ്ങളെ നെക്സ്റ്റ് ഷോൾഡറിന്റെ ഡേയിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാം. സോ ഇത് കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് ഈ രീതിയിൽ തന്നെ കറക്റ്റ് പറഞ്ഞ രീതിയിൽ ഫോം ആൻഡ് ടെക്നിക്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷോൾഡറിന് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.